ആൻഡ് ഐ ഗെസ് ഇത് കേന്ദ്രത്തിൻ്റെ വഴിക്കാണോ എല്ലാം? നമ്മൾ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം എന്താ, ഫിസിക്കലായി നടത്തുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടി ദേശീയ പതാകയ്ക്കൊപ്പം വന്ദേ മാതരം പാടണം എന്നുള്ള പറഞ്ഞിട്ട് ഒരു ഉത്തരവിറക്കുകയാണ്. എങ്ങനെയാണ് ഈ ഉത്തരവിറക്കുന്നത്? ചോദിക്കുമ്പോൾ ഒരു മന്ത്രി പറയുകയാണ് എന്താ ഗവർണറുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശപ്രകാരമാണ് ഇത് ഇറക്കുന്നത് എന്ന് പറയുകയാണ്. ഞാൻ ഈ 1986 യഹോവ സാക്ഷി എന്ന് പറഞ്ഞൊരു ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ 3 കുട്ടികളുടെ ഒരു സ്കൂളിൽ എണീറ്റ് നിന്ന് ജനഗണമന സദാനന്ദപുരം അതെ സദാനന്ദപുരം ജനഗണമന പാടുന്ന സമയത്ത് എണീറ്റ് നിന്നു. പക്ഷേ അവർ പാടിയില്ല. അതുകൊണ്ട് ആ 3 കുട്ടികളെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയ സമയത്ത് നമ്മുടെ ബിജോയ് ഇമ്മാനുവൽ എന്ന് പറഞ്ഞ അന്ന ആൾ സുപ്രീം കോടതി വരെ പോയി. അപ്പോൾ സുപ്രീം കോടതി അന്ന് പറഞ്ഞത് ജനഗണമനയ്ക്കെതിരായി അല്ലെങ്കിൽ അതിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും പെരുമാറിയാൽ മാത്രമാണ് അവർക്ക് നടപടി സ്വീകരിക്കാൻ കഴിയുള്ളൂ. അതാണ് ബിജോയ് ഇമ്മാനുവൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞൊരു ഓർഡർ ഇറങ്ങി. ആ ഓർഡറിൽ പറയുന്നത് ഇങ്ങനെയാണ്, ജനഗണമനയ്ക്കെതിരായി അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നടപടി സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള നിലയിലേക്കാണ്. പാടണം എന്ന് നിർബന്ധിക്കാൻ കഴിയില്ല, ജനഗണമന വരെ പാടണം എന്ന് നിർബന്ധിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന സുപ്രീം കോടതി വിധിയുണ്ട്. അതിനുശേഷമാണ് 40 വർഷം കഴിഞ്ഞിട്ട് 86 40 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ പാടണമെന്ന് സർക്കാർ ഉത്തരവിറക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, കേരളം ഈ നൂറ്റാണ്ടിൽ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നാളും ഇല്ലാത്ത കുറേ ശീലങ്ങൾ കോൺഗ്രസ് പഠിച്ചിരിക്കുന്നു. ആ കോൺഗ്രസ് അതുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അരുൺ സാർ പറഞ്ഞല്ലോ, 86 ദിവസം കൊണ്ട് 14 കേന്ദ്ര നിർദ്ദേശങ്ങളാണ് കേരളത്തിൽ. ഏതുമായി ബന്ധപ്പെട്ടിട്ടാണ് കേന്ദ്ര നിർദ്ദേശം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി നടപ്പിലാക്കുന്ന നിർദ്ദേശങ്ങളല്ല, താല്പര്യങ്ങൾ. അതെ, സംഘപരിവാറിൻ്റെ താല്പര്യങ്ങൾ മാത്രം 14 എണ്ണം എന്ന് പറഞ്ഞാൽ 3 ദിവസത്തിൽ ഒരു നിലപാട് നടപ്പിലാക്കി പോവുകയാണ്. 3 ദിവസം പോകുമ്പോൾ ഒരു സംഘപരിവാർ എന്താണോ കേരളത്തിൽ ഇച്ഛിക്കുന്നത് അത് നടപ്പിലാക്കി പോവുകയാണ്. അതെന്താണ്, നേരത്തെ മധു പറഞ്ഞതുപോലെ പൊതുവിദ്യാഭ്യാസ രംഗത്താണ്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് എന്താണ്, കാരണം നിങ്ങൾ പ്രായപൂർത്തിയ ആൾക്കാർക്ക് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. കാരണം അവർക്ക് എന്താണ് കേരളത്തിൻ്റെ അവസ്ഥ എന്നും ഇന്ത്യയുടെ മതേതര ബോധം എന്താണെന്നും കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് അത് മനസ്സിലാക്കിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്താണ്, കുരുന്നുകളുടെ ഉള്ളിൽ ഇത് കുത്തിവെക്കുകയാണ്. അപ്പോൾ അതാണ് ഇവർ ആഗ്രഹിക്കുന്നത്, ഇതാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതും. അതിനെ നല്ല രീതിയിൽ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, PM ശ്രീയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രചരണങ്ങൾ കിട്ടിയവർക്ക് ഇല്ലേ? ഈ പറയുന്ന യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ഈ സംഘപരമായ അനുകൂലികളെ അപ്പോയിൻ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഗുണങ്ങൾ ഇവർക്ക് കിട്ടി, മനസ്സിലായില്ലേ? ഇപ്പോൾ എറണാകുളത്ത് യൂണിവേഴ്സിറ്റിയിൽ CJPയുടെ പാർട്ടിയുടെ പടം വെച്ചു എന്ന് പറഞ്ഞിട്ട് അവർക്ക് കിട്ടേണ്ട ഇൻസെൻറ്റീവ് കിട്ടില്ല. ഹൈക്കോടതി പോയിട്ടാണ് വാങ്ങിയത്. ഇന്നലെ പാർട്ടിയുടെ പടം വെച്ചു എന്ന് പറഞ്ഞാൽ CJP സമരവുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ പടം വെച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ VC തടഞ്ഞു വെക്കുകയാണ്, ഫണ്ട് ഇഷ്യൂ ചെയ്യുന്നില്ല. അപ്പം ആ രീതിയിലേക്ക് കേരളം പോലൊരു സംസ്ഥാനം പോവുകയാണ്. അപ്പം ഇത് എങ്ങനെയാണ്, ഇതാരാണ് തടയേണ്ടത്? ഇതാരാണ് ഇതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത്? ഇതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് തടയേണ്ട ആളെന്ന് പറയുന്നത് ആരാണ്? മുഖ്യമന്ത്രിയാണ്, അല്ലേ? ഈ സ്റ്റേറ്റ് ഭരിക്കുന്ന സ്റ്റേറ്റിൻ്റെ നാഥനായ മുഖ്യമന്ത്രിയാണ്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ചീഫ് സെക്രട്ടറിയാണ്. അവർ തന്നെ നിർദ്ദേശം കൊടുക്കുകയാണ്. പിന്നെ അതിനൊക്കെ അപ്പുറം എന്താണുള്ളത്? അപ്പോൾ ഇപ്പോൾ അതിന് പറയുന്നത് എന്താണ്? കേന്ദ്ര സർക്കാരിൻ്റെ നിബന്ധന പ്രകാരം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം, കേന്ദ്രത്തിൻ്റെ നിർദ്ദേശപ്രകാരം, ഗവർണറുടെ നിർദ്ദേശപ്രകാരം. കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ ഈ കാലത്ത് മുഴുവൻ ഉണ്ടായിട്ടുണ്ടെന്ന് എന്തുകൊണ്ട് കേരളത്തിൽ നടപ്പായില്ല? ഗവർണറുടെ നിർദ്ദേശം ഈ കാലത്ത് മുഴുവൻ ഉണ്ടായിട്ടുണ്ട്, എന്തുകൊണ്ട് നടപ്പിലായിട്ടില്ല? അത് നടപ്പിലാകാത്തത് എന്തുകൊണ്ടാണ്? ഇച്ഛാശക്തിയുള്ള സർക്കാരുകളായിരുന്നു ഇതിന് മുമ്പ് ഭരിച്ചിട്ടുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ ഒരു മതേതര ബോധം ഉണ്ടായതും. അതുകൊണ്ടാണ് ഇന്ന് ഈ മതേതര ബോധമുള്ള ജനങ്ങൾ VDC സർക്കാർ അധികാരത്തിൽ കയറ്റിയതും, അല്ലേ? ഈ ലീഗിൻ്റെ ഒരു അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇന്ന് ലീഗിൻ്റെ 2 പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ഒന്ന് മഞ്ചേശ്വരം MLA പറയുകയാണ് ഇതെങ്ങനെ സംഘപരിവാർ അജണ്ട കേരളത്തിൽ നടപ്പിലാക്കാൻ സമ്മതിക്കില്ല. ആരോടെ പറയുന്നത്? സ്വന്തം മന്ത്രിയോടാണ്. ലീഗിൻ്റെ സ്വന്തം മന്ത്രിയോട് ഫേസ്ബുക്ക് പോസ്റ്റിലാണ്. രണ്ടാമത് MK മുനീർ പറയുന്നത് എന്താണ്? ഇതെങ്ങനെ ഇവിടെ നടപ്പിലായി എന്ന് അന്വേഷിക്കണം. മനസ്സിലായോ? അപ്പോൾ ഈ 2 നേതാക്കന്മാർക്ക്, ലീഗിൻ്റെ UDFിൻ്റെ പ്രധാനപ്പെട്ട 2 നേതാക്കന്മാർക്ക് ഇവർ കൊടുക്കുന്ന മെസ്സേജ് എന്താ? ഇന്ന് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി വേണം, ഞാൻ അറിഞ്ഞിട്ടില്ല ഈ സംവിധാനം, ഞാൻ അറിഞ്ഞിട്ടില്ല. പ്രധാനപ്പെട്ട ഘടകകക്ഷി ഇത് അറിയുന്നില്ല, പ്രധാനപ്പെട്ട രണ്ടാമത് നിൽക്കുന്ന പാർട്ടിയുടെ മന്ത്രി ഇത് അറിയുന്നില്ല, ഘടകകക്ഷി നേതാക്കന്മാരറിയില്ല, ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർ ഈ പറയുന്ന പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കന്മാർ അറിയുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ അജണ്ടകൾ കേരളത്തിൽ നടപ്പിലാകുന്നത്? എങ്ങനെയാണ് നടപ്പിലാകുന്നത്? അപ്പോൾ ഇത് നടപ്പിലാക്കാൻ ഒരു സംവിധാനം നിൽക്കുന്നു എന്നുള്ളതാണ്. അതിന് കുടപിടിക്കുന്ന ആളായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാറി എന്നുള്ളതാണ്. അപ്പം ഇത് നേരത്തെ അരുൺ സാർ പറഞ്ഞതുപോലെ കേരളത്തെ സംബന്ധിച്ചോളം ഇതിനെ ഓപ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇതിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ഈ തൃശ്ശൂർ പൂരം കലക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒറ്റ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ കേരളത്തിൽ, അല്ലേ? മാസങ്ങളോളം ചർച്ച ചെയ്തു.
2 ഇലക്ഷൻ സമയത്ത് അത് ബാധിച്ചത്. പഞ്ചായത്ത് ഇലക്ഷൻ സമയത്തും നിയമസഭാ ഇലക്ഷൻ സമയത്തും. എന്താണ് ഈ പറയുന്ന അജിത് കുമാർ, MR അജിത് കുമാർ RSSൻ്റെ നേതാവുമായിട്ട് ചർച്ച നടത്തി എന്നുള്ള ഒറ്റ കാരണമാണ്. എത്ര നാളാണ് ഇവർ കൊണ്ടുവരുന്നത്? അത് ഇത് വെച്ച് നോക്കുമ്പോൾ അത് 100-1 100-1. അപ്പം നിലപാടെന്ന് പറയുന്ന സാധനത്തിന് 5 പൈസയുടെ വില ഇവർ കൊടുത്തിട്ടില്ല. 5 പൈസ. എന്ത് നിലപാടാണെന്നൊക്കെ, ഏത് രീതിയിലാണ് ഇതിനെ കൈകാര്യം ചെയ്തതെന്നുള്ളതാണ്. സംഘപരിവാർ വലിയ സംവിധാനങ്ങളെ മുഴുവൻ കൂടെ പിടിച്ച് നിർത്തി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇതിന് എന്താ പറയുക, ഇവർ പേടിക്കുന്നത് ആരെയാണ് പേടിക്കുന്നത്? സത്യം വിളിച്ചു പറയാനുള്ള ധൈര്യമില്ലേ? സത്യം വിളിച്ചു പറയുന്നത് വിമർശിച്ച നിലപാട് ഇപ്പോൾ എവിടെ? വിമർശിച്ച നിലപാടില്ല, അത് നേരത്തെ പോയല്ലോ. അങ്ങനെയാണെങ്കിൽ ആദ്യം കാണുന്നത് PM ശ്രീയിലല്ലായിരുന്നോ? PM ശ്രീയിൽ അറബിക്കടലിനെറിയും എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് എങ്ങോട്ടാണ് PM ശ്രീ കൊണ്ടുപോയത്? അത് ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്നത് പറയുമ്പോൾ നിലപാടാണ്, അതൊന്നും നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പറയുന്ന പാർട്ടിയാണിത്. ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പല കാര്യങ്ങളും പറയും, അതൊന്നും ഇവിടെ നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നതൊന്ന്, പറയുന്നതും നിലപാടും എല്ലാം എന്താണ്? ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പല കാര്യങ്ങളും പറയും. ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ? അപ്പം ഞാൻ ചോദിക്കുന്നത്, രാഹുൽ ഗാന്ധിനെയും പ്രിയങ്ക ഗാന്ധിനെയും ദേശീയ നേതൃത്വത്തിനെയും ഇവർ വില വെക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു കാര്യത്തിൽ ഞാൻ പറയും, നിങ്ങൾ ഈ പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം എടുത്ത് നോക്കിക്കേ ഇല്ലേ? ഈ CJP സമരവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പ്രശ്നമുണ്ടായി. എവിടെയാണ് കേസെടുത്തത്? ബാക്കി BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ അവർ കേസ് വിഡ്രോ ചെയ്തു. കേരളത്തിലെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ ഇത് ആരോടാണ് പറയുക? ഇതാരാണ് കേൾക്കുക? കേൾക്കുന്നവരും പറയുന്നവരും നിങ്ങളെ എങ്ങനെ അടിച്ചമർത്താം എന്ന് നോക്കുന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. എങ്ങനെ നിർത്താൻ പറ്റും, ഈ സംസാരിക്കുന്നവരെ എങ്ങനെ നിർത്താൻ പറ്റും എന്ന് ആലോചിച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം RSS BJP അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് 102 MLA എന്നുള്ളതാണ്. 102. ഒരു MLA പോലും പ്രതികരിക്കുന്നുണ്ടെന്നില്ലല്ലോ. കേരളത്തിലെ UDFൻ്റെ ഏതെങ്കിലും ഒരു MLA, ഒരേ ഒരാളാണ് ഞാൻ പറയുന്നത്, ഈ മഞ്ചേശ്വരത്ത് നടന്നുകൊണ്ട് മാത്രം മഞ്ചേശ്വരം MLA എന്ന് പ്രതികരിച്ചു അല്ലേ? വേറെ ഒരു MLAൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കണ്ടോ? ഒരു MLAൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടില്ലല്ലോ, ഒരാളുടെയും കാണുന്നില്ലല്ലോ. ഒരു മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റോ അത് ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഇതിന് ന്യായീകരിക്കുകയാണ്. ഇവർക്ക് ആ നിലപാടുണ്ടെങ്കിൽ ഇവർക്ക് ഇത് മുന്നോട്ട് പോകണം. കേരളത്തിൻ്റെ ഒരു മതേതര നിലപാടുമായി മുൻനിർത്തി മുന്നോട്ട് പോകണമെങ്കിൽ ആഗ്രഹിക്കുമ്പോൾ ഇതിനെതിരെ പ്രതികരിക്കില്ലേ? ഇന്നേ അവർ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടോ? ഇവരത് പ്രതികരിക്കില്ല എന്നുള്ളത് മാത്രമല്ല, നാളെ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. അപ്പം 60 ലക്ഷം ആൾക്കാരെ ബാധിക്കുന്ന പ്രശ്നമാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യം അല്ലേ? 60 ലക്ഷം ആൾക്കാരെ ബാധിക്കുന്ന പ്രശ്നം. എന്താണ് അതിന് എഴുതി വെച്ചിരിക്കുന്നത്? തുടക്കത്തിൽ തന്നെ കേന്ദ്ര നിർദ്ദേശപ്രകാരം കേരളത്തിൽ ആൾക്കാരുടെ വീട്ടിൽ കൊണ്ടുകൊടുക്കുന്ന പൈസ എന്ത് ചെയ്യണ്ട, ഇനി വീട്ടിൽ കൊടുക്കണ്ട, അക്കൗണ്ടിൽ കൂടെ വേണമെങ്കിൽ കിട്ടും. ഈ പെൻഷൻ എങ്ങനെ അവസാനിപ്പിക്കാം, മുടക്കാമെന്ന് ഇതിനു മുൻപ് നമ്മുടെ ഗ്യാസ് കുറ്റിയുമായി ബന്ധപ്പെട്ട സബ്സിഡി നമുക്ക് കിട്ടുമായിരുന്നല്ലോ. എങ്ങനെയൊക്കെ അത് കയ്യിൽ കിട്ടിക്കൊണ്ടിരുന്നതാണ് അല്ലേ? അലീസ് ഗ്യാസ് കുറ്റി കുറച്ച് കിട്ടുമായിരുന്നു. ഇപ്പം എങ്ങനെയാ അവസ്ഥ? നിങ്ങൾക്കെല്ലാം അക്കൗണ്ടിൽ വരുമെന്ന് പറഞ്ഞു. ഇപ്പം അക്കൗണ്ടിൽ വരുന്നുണ്ടോ? അക്കൗണ്ടിൽ പോയതിൻ്റെയൊക്കെ അവസ്ഥ അങ്ങനെയാണ്. കാരണം അക്കൗണ്ടിൽ വന്നോ എന്നറിയാൻ വേണ്ടി 3 പ്രാവശ്യം ബാങ്കിൽ പോകണം, എന്നാൽ മാത്രമേ അക്കൗണ്ടിൽ വന്നോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ഇനി അക്കൗണ്ട് ഇല്ലാത്ത ആൾക്കാരെ, ഇപ്പം ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട ഒരു 75 വയസ്സിന് ശേഷമുള്ള ആൾക്കാർ, അതിനേക്കാളും മുതിർന്ന ആൾക്കാർക്ക് അവർക്ക് കാര്യമായിട്ട് മൊബൈൽ നോക്കാനോ മെസ്സേജ് നോക്കാനോ സംവിധാനം നോക്കാനോ ഒന്നും അറിയില്ല. പക്ഷേ എന്താണ്, അവർ കിടപ്പ് രോഗികളല്ല എന്ന് വെക്കുക. അപ്പോൾ ആരെങ്കിലും ഒരാളെ ആശ്രയിക്കണം. നീ ഇതൊന്ന് പോയി എടുത്തോണ്ടെത്താ, എനിക്ക് പൈസ വന്നോ എന്ന് നോക്കണം, എനിക്ക് വന്നോ ഇല്ലയോ എന്ന് നോക്കണം എന്നുള്ള നിലയ്ക്ക് ഇവർ ആരെങ്കിലും ഒരാളെ ആശ്രയിക്കണമല്ലോ. ഇത്രയും നാളും അങ്ങനെയല്ല. ഇത്രയും നാളും പെൻഷൻ വരുന്ന ദിവസം വീട്ടിലിരുന്നാൽ മതി, ഒരാൾ കൊണ്ടുവന്നിട്ട് ഇതാ അമ്മ ഈ മാസത്തെ നിങ്ങളുടെ പെൻഷൻ എന്ന് പറഞ്ഞ് ഒരാൾ കയ്യിൽ കൊടുക്കും. അവരത് ഫിസിക്കലായി അത് വയ്ക്കുകയും അവരുടെ ഒരു സ്വകാര്യ സ്വത്തായി സൂക്ഷിച്ച് വെക്കുകയും ചെയ്യും. മനസ്സിലായി? പല മക്കളൊക്കെ വരുമാനം കൊടുത്താലും മക്കളെയൊക്കെ സംവിധാനത്തിൽ ജീവിച്ചു വരുന്ന അച്ഛനമ്മമാരുടെ കയ്യിലൊരു സ്വകാര്യ സ്വത്തായിരിക്കുന്ന പൈസയാണ്. ചിലപ്പോൾ 10 മാസത്തെ പൈസയും 8 മാസത്തെ പൈസ എന്നൊക്കെ പറഞ്ഞാൽ 10-30,000 രൂപയുണ്ടാവും. അതൊരു സ്വകാര്യ സ്വത്തായിരുന്നു. ഇപ്പം എന്താവും, ഈ 30,000 അവരുടെ കയ്യിലുണ്ട്. അവർക്കൊരു ബലമാണ്, കറയുന്ന ഒരു ബലമാണ്. അതിന് പകരം ഇപ്പം എന്താവും സംഭവം, ഏതോ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട്, ഏതോ ATM-ൽ അവൻ എടുത്തുകൊണ്ട് കൊടുത്തു, കൊടുത്തില്ലെങ്കിൽ കൊടുത്തില്ല. കാരണം ഒരുത്തിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഈ മക്കളെ അമ്മേനെയൊക്കെ നല്ല രീതിയിൽ നോക്കാത്ത കുട്ടികളൊക്കെ ഉള്ള കാലമല്ലേ, അവരെടുത്ത് കൊടുത്തിട്ട് നീ പോയി എടുത്തിട്ട് കൊണ്ടുപോകാനേ എന്ന് പറഞ്ഞാൽ എടുത്തോണ്ട് വന്ന് കൊടുത്താൽ കിട്ടിയില്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ വലിപ്പം അവർക്ക് മനസ്സിലാവുന്നുണ്ടോ ആവോ? ഇതൊന്നും മനസ്സിലാകുന്നില്ല. അത് 60 ലക്ഷം ആൾക്കാരെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ എടുക്കുന്ന നിലപാടുകൾ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന സമയത്തും ഇത് ചൂണ്ടിക്കാണിക്കാൻ പാടില്ല. അപ്പം തന്നെ 6 പോയിന്റ് ഇട്ട് ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ പോയിന്റാണ് എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയത്. എന്താണെന്നറിയോ, ഈ ഇടനിലക്കാർ, ഈ കൊടുക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന പണമില്ലേ, അത് ലാഭിക്കാം. ഒന്നാമത്തെ കാര്യമാണ്. അത് അവിടെ എന്താണ്, ഒരു ജനക്ഷേമ പ്രവർത്തനം നടക്കുന്ന സമയത്ത് അതിനെ ലാഭം നോക്കുകയാണ്. അതവിടെ കൊടുക്കുന്നവർക്ക് അത് ലാഭിക്കാം. രണ്ടാമത്തെ കാര്യം, ഇത് കൊടുക്കുന്ന താമസിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം മാധുവിൻ്റെ വീട്ടിൽ ഒരാൾ സുഖമില്ലാതിരിക്കുകയാണ്, 2 ദിവസം അവിടെ ഇല്ല.
മൂന്നാമത്തെ ദിവസം ഇല്ലാത്ത ദിവസമാണല്ലോ അവിടെ കൊണ്ടുതരിക, ഉള്ള ദിവസം അവിടെ കൊണ്ടുതരാൻ കഴിയുമായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താണ്? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ പൈസ തിരിച്ചടച്ചില്ലെങ്കിൽ അത് ആ അമ്മ വരുന്നത് വരെ ചിലപ്പോൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഇവരെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടച്ചിട്ട് നെക്സ്റ്റ് ഡേ കൊണ്ട് അവിടെ ബാങ്കിൽ അടയ്ക്കണം എന്നാണ് പറയുന്നത്. അപ്പം ഇതൊക്കെ പറയുന്ന ന്യായീകരണങ്ങളാണ് ഈ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ന്യായീകരണമായിട്ട് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് വളരെ കഷ്ടം എന്നുള്ളതല്ല. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ മതേതര കേരളം കാണുന്നുണ്ട് എന്നുള്ളതാണ്. Meet the editors.